ഹലോ നമസ്കാരം, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ സൈറ്റ് വഴി എങ്ങനെ BPL റിന്യൂവൽ ആപ്ലിക്കേഷൻ ഓൺലൈനായി സമർപ്പിക്കാം എന്നതാണ്. ഗൂഗിളിന്റെ പുതിയ പേജിൽ KWA എന്നോ അതല്ല എങ്കിൽ വാട്ടർ അതോറിറ്റി എന്നോ ടൈപ്പ് ചെയ്ത് നൽകുക. ഓപ്പണായി വരുന്ന നെക്സ്റ്റ് പേജിലെ BPL റിന്യൂവൽ എന്നുള്ള ഓപ്ഷനോ അതല്ല എങ്കിൽ KWA.kerala.gov.in എന്നുള്ള ഓപ്ഷനോ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിലെ BPL ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. ശേഷം വരുന്ന പേജിൽ ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കുന്നതിന് ജനുവരി 31 വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. പ്രവർത്തനക്ഷമമായ വാട്ടർ മീറ്റർ ഉള്ള ഉപഭോക്താക്കൾക്ക് മാത്രമാണ് BPL ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ സാധിക്കുക. നിലവിൽ കുടിശ്ശികയുണ്ടെങ്കിൽ കുടിശ്ശിക അടച്ചു തീർത്ത ശേഷമാണ് BPL റിന്യൂവൽ ആപ്ലിക്കേഷൻ ഓൺലൈനായി സമർപ്പിക്കേണ്ടത്. സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഹൗ ടു അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ള കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് ലഭിക്കുന്നതാണ്. വാടക കെട്ടിടത്തിൽ താമസിക്കുന്ന വ്യക്തികളാണെങ്കിൽ സൈറ്റിൽ നൽകിയിരിക്കുന്ന ഡിക്ലറേഷൻ ഫോം പ്രിന്റ് ഔട്ട് എടുത്ത് വിവരങ്ങൾ ഫില്ല് ചെയ്ത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വാടക കരാറും സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഞാനിവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്ലൈ ഓൺലൈൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് വന്നിരിക്കുന്ന ഈ ഒരു പേജിൽ ഡിക്ലറേഷൻ ഫോർമാറ്റ് അവൈലബിൾ ആണ്. ഇതാണ് പ്രിന്റ് ഔട്ട് എടുത്ത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ വിവരങ്ങളും ഫില്ലപ്പ് ചെയ്തതിന് ശേഷം ഡോക്യുമെന്റ് PDF ഫോർമാറ്റിൽ സ്കാൻ ചെയ്ത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. വാടക കെട്ടിടത്തിൽ താമസിക്കുന്ന വ്യക്തികൾ മാത്രമാണ് ഈ ഒരു ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. അപേക്ഷ സമർപ്പിക്കുന്നതിന് സൈറ്റിൽ കൊടുത്തിരിക്കുന്ന BPL ആപ്ലിക്കേഷനിലെ അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഓപ്പൺ ആയിട്ട് വരുന്ന ഈ ഒരു പേജിൽ കൺസ്യൂമർ ID, സെക്ഷൻ നെയിം, രജിസ്ട്രേഡ് മൊബൈൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് നൽകേണ്ടതാണ്. കൺസ്യൂമർ ID നിലവിലെ വാട്ടർ ബില്ലിൽ ചെക്ക് ചെയ്താൽ ലഭിക്കുന്നതാണ്. ഞാനിവിടെ കൺസ്യൂമർ IDയും സെക്ഷൻ ഡീറ്റെയിൽസും രജിസ്ട്രേഡ് ഫോൺ നമ്പറും അതുപോലെ തന്നെ ഹൗസിംഗ് ടൈപ്പും കൊടുത്ത് പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. രജിസ്ട്രേഡ് മൊബൈൽ നമ്പർ അറിയാത്ത വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ സൈറ്റിലെ പേ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ക്വിക്ക് പേയുടെ പേജിൽ ഏറ്റവും മുകളിലായിട്ട് മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുവഴി മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയുടെ അവസാന ഭാഗത്തിൽ എങ്ങനെ മൊബൈൽ നമ്പർ മാറ്റാം എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. കൺസ്യൂമർ ഡീറ്റെയിൽസ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് നൽകുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ സെക്ഷൻ രജിസ്ട്രേഡ് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം പേജിലേക്ക് ഡിഫോൾട്ട് ആയിട്ട് കൺസ്യൂമർ നെയിം, കൺസ്യൂമർ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നതാണ്. അപേക്ഷകന്റെ റേഷൻ കാർഡ് നമ്പറും കൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അപേക്ഷാ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതാണ്. ഞാനിവിടെ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി അപേക്ഷകൻ വാടക കെട്ടിടത്തിൽ താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ വീണ്ടും ഞാനിവിടെ ഒന്നുകൂടി കാണിക്കുന്നുണ്ട്. കൺസ്യൂമർ നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്ഷനും രജിസ്ട്രേഡ് ഫോൺ നമ്പറും ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം റെന്റഡ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ചൂസ് ചെയ്യുന്ന സമയത്ത് കൺസ്യൂമർ നെയിം, അതുപോലെ തന്നെ കൺസ്യൂമർ നമ്പർ, ഓണർ നെയിം, ഓണർ അഡ്രസ്, റേഷൻ കാർഡ് നമ്പർ, ഓണർ ഫോൺ നമ്പർ, അതുപോലെ ഓണറുടെ ഡിക്ലറേഷൻ ഫോം, റെന്റൽ അഗ്രിമെന്റ്, ഇത്രയും കാര്യങ്ങൾ നൽകാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ഇതിൽ ഓണറുടെ ഡിക്ലറേഷൻ ഫോം പ്രിന്റ് ഔട്ട് എടുത്ത് ഫില്ലപ്പ് ചെയ്തതും റെന്റൽ അഗ്രിമെന്റും PDF ഫോർമാറ്റിലാണ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. വിവരങ്ങളെല്ലാം നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷാ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപേക്ഷാ സ്റ്റാറ്റസ് അറിയുന്നതിനായി ചെക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്തു വരുന്ന പേജിൽ എൻ്റർ യുവർ കൺസ്യൂമർ ID എന്നുള്ള ഓപ്ഷനിൽ കൺസ്യൂമർ ID കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. നിലവിലെ അപേക്ഷയുടെ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിനായിട്ട് വാട്ടർ അതോറിറ്റിയുടെ ബിൽ പേയ്മെന്റ് ചെയ്യുന്ന സൈറ്റിലെ രജിസ്റ്റർ ഓർ ചേഞ്ച് ഫോൺ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ കൺസ്യൂമർ IDയും അതുപോലെ തന്നെ അപേക്ഷകന്റെ കൺസ്യൂമർ നമ്പറും കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഡിഫോൾട്ട് ആയിട്ട് വാട്ടർ അതോറിറ്റി ഓണറുടെ നെയിം സൈറ്റിൽ കാണിക്കുന്നതാണ്. ശേഷം വരുന്ന ഭാഗത്ത്
ഏത് ഫോൺ നമ്പറാണോ സൈറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് നൽകേണ്ടത്, ഈ ഒരു ഫോൺ നമ്പർ കൃത്യമായി സൈറ്റിലൊന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകുക. കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് OTP മെസ്സേജ് വരുന്നതാണ്. ഈ ഒരു OTP കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പുതിയ മൊബൈൽ നമ്പർ സൈറ്റിൽ അപ്ഡേറ്റ് ആവുന്നതാണ്. കൂടുതൽ വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.